ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഫെബ്രുവരി 8, 9 തീയതികളിലായി നടക്കുന്ന 111ാമത് പട്ടാമ്പി ദേശോത്സവത്തിന്റെ രാവിലത്തെ കൊടികയറ്റത്തിനും വൈകുന്നേരത്തെ നഗരപ്രദക്ഷിണ ഘോഷയാത്രയ്ക്കും പങ്കെടുക്കുന്ന മുഴുവൻ ഉപ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും ഉൾക്കൊള്ളിച്ച് നേർച്ചാ ക്രമീകരണ യോഗം നടന്നു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വെച്ചാണ് യോഗം ചേർന്നത്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. പട്ടാമ്പി CI പത്മരാജൻ, SI മണികണ്ഠൻ, കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ, ട്രഷറർ AV അബു, വൈസ് പ്രസിഡന്റുമാരായ വാഹിദ് കൽപ്പക, ഉസ്മാൻ പുളിക്കൽ, റാവുത്തന്മാർ, ഉപകമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. മുഹമ്മദ് നബിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ യേശുക്രിസ്തുവും പറയാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്സവങ്ങൾ നടക്കുന്നത്. അവരാരും തന്നെ ഞങ്ങളുടെ വിഗ്രഹം ആനപ്പുറത്ത് ഏറ്റി നിങ്ങൾ നഗരപ്രദക്ഷിണം നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. നഗരങ്ങൾ മുഴുവൻ കിടുങ്ങുന്ന രൂപത്തിൽ വെടിക്കെട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും പുരാണങ്ങൾ വായിച്ചെന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അവരൊന്നും പറയാത്ത രൂപത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ മൃഗീയ വിനോദങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ആളുകളുടെ മതവിഭാഗക്കാരുടെയും സങ്കടങ്ങൾ പറഞ്ഞ് നേർച്ചകൾ നേർന്ന് അടുത്തൊരു വർഷത്തേക്കുള്ള സൗഭാഗ്യം കാംക്ഷിച്ചു വരുന്ന ആ കാലഘട്ടം മാറി ഇന്ന് മദ്യവും മയക്കുമരുന്നും കഴിച്ച് കൂത്താടുന്ന വേദികളായിട്ട് ഉത്സവപ്പറമ്പുകൾ മാറാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്ക് ഇത് നടത്താൻ വേണ്ടി പറ്റില്ല. നിയമം കർക്കശമാക്കിക്കൊണ്ട് ഇത് നിരോധിക്കേണ്ട കാലത്തിലൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. എന്തിനാണ് അവിടെ വന്നിട്ട് ഇത്തരത്തിലും മദ്യപിച്ച് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക, അതുപോലെ അടിപിടി ഉണ്ടാക്കുക, കത്തിക്കുത്തുണ്ടാക്കുക, പോലീസിനെ അതിക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനല്ലേ വരുന്നത്, ആണോ? ഇതൊക്കെ ക്രമീകരിച്ച് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി വരുന്ന പോലീസിന് നേരെയാണ് പിന്നെ വിരോധം. ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റിയും ബാക്കിയെല്ലാ ഉപകരണങ്ങളും എല്ലാം നല്ല ആളുകളാണ് ഉത്സവം നടക്കുന്ന സമയത്ത്. ചില സന്ദർഭങ്ങളിൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും പോലീസിനെതിരെ തിരിയുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചകളുണ്ടാവും. എത്ര നേരം റോഡ് ബ്ലോക്കാക്കി എന്നല്ല ഒരു ഉത്സവത്തിന്റെ ഗാംഭീര്യം. എത്ര പേർക്ക് സമാധാനമായിട്ട് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. സുരക്ഷയ്ക്കായി പട്ടാമ്പി ടൗൺ മുഴുവൻ CCTV ക്യാമറകളും വെളിച്ചത്തിനായി MH ലൈറ്റുകളും സ്ഥാപിക്കുമെന്നും യോഗം തീരുമാനിച്ചു. ഉത്സവം ഇൻഷൂർ ചെയ്യാനും അമിത ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന നാസിക് ഡോൾ, DJ മുതലായവ കർശനമായി ഒഴിവാക്കാനും കൃത്യസമയം പാലിച്ച് ഘോഷയാത്ര പൂർത്തിയാക്കാനും യോഗം തീരുമാനമെടുത്തു.